35 കൊല്ലം ഭരിച്ച CPM-ന്റെ ഒരു കൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ത്രിപുരയിൽ. കൊടിയെടുത്താൽ അടി എന്നതാണ് അവസ്ഥ. മുൻപ് ചുവപ്പായിരുന്ന കെട്ടിടങ്ങളെല്ലാം കാവി നിറമായി. ത്രിപുരയിൽ സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാവുന്നില്ലെന്ന CPM പരാതിയിൽ കഴമ്പുണ്ടോ? ഞാൻ കറങ്ങിത്തിരിഞ്ഞ് ദ വില്ലേജ് കോമ്പസ് ഇപ്പോൾ ത്രിപുരയിൽ എത്തിയിരിക്കുകയാണ്. ത്രിപുരയുടെ ഗ്രാമ നഗര പ്രദേശങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടുള്ള എപ്പിസോഡാണിത്. എല്ലാവരും കാണണേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സംസ്ഥാനവും അതിൻ്റെ സിറ്റി മാത്രമല്ല, എപ്പോഴും നമ്മൾ അതിൻ്റെ ഔട്ടറിലേക്കൊക്കെ പോയി നോക്കണം. അപ്പോഴാണ് സാധാരണ മനുഷ്യരെ കാണാൻ പറ്റുക. ഹായ് ബോലോ ഭയ്യ. ഹായ്. അദ്ദേഹം ഇതാ ത്രിപുരയിലെ അഗർത്തലയിലെ ഔട്ടറിൽ നന്നായി കൃഷി ചെയ്യുവാണ്. ഇതാണ് ബോർഡർ. ഇപ്പോഴും ബംഗ്ലാദേശിലുള്ളവരൊക്കെ അങ്ങോട്ട് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇന്ത്യക്കാർക്ക് ഇങ്ങോട്ടും പിരിഞ്ഞു പോയി. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം. 35 വർഷക്കാലം ഇടതുകോട്ടയായിരുന്ന മണ്ണ്. ഭരണമാറ്റം ത്രിപുരയിലുണ്ടാക്കിയ മാറ്റങ്ങൾ നേരിട്ടറിയലും ത്രിപുരയുടെ സാമൂഹിക ജീവിതം തൊട്ടറിയലുമായിരുന്നു എൻ്റെ യാത്രയുടെ ലക്ഷ്യം. പഴങ്കഥ ചികയാനല്ല കേട്ടോ, വർത്തമാനകാല രാഷ്ട്രീയം അറിയാനാണ് ശ്രമം. ഇത് പ്രീതം സഖാവ്. ഞാൻ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തപ്പോൾ സ്കൂട്ടിയുമായി വന്നതാണ്. അഗർത്തല നഗരവും നഗരത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളുമൊക്കെ കാണാൻ ഒപ്പം വരാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സമ്മതം. ഒരു തുക പറഞ്ഞുറപ്പിച്ച് ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ് അഗർത്തലയിൽ കറങ്ങുന്നത്. CPM പ്രവർത്തകനാണ് താനെന്ന് പ്രീതം പരിചയപ്പെടുത്തിയതോടെ സ്വാഭാവികമായും ഞങ്ങളുടെ സംസാരം രാഷ്ട്രീയത്തെക്കുറിച്ചായി. 35 കൊല്ലം ഭരണം കൈയാളിയിട്ടും അഗർത്തലയിലെങ്ങും ഒരു പാർട്ടി പതാക പോലും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ അതിശയപ്പെട്ടു. ഒരു കൊടി പോലും വെക്കാൻ BJP സമ്മതിക്കില്ലത്രേ. ത്രിപുരയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം വെല്ലുവിളി നിറഞ്ഞതാണെന്ന് സഖാവ് വിവരിച്ചു. കൊടിയെടുത്താൽ അടി എന്നതാണ് അവസ്ഥ. സ്വാതന്ത്ര്യത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം സാധിക്കുന്നില്ല. പാർട്ടി മാറാൻ നിരന്തരം സമ്മർദ്ദമാണ്. പലരും സമ്മർദ്ദത്തെ അതിജീവിക്കാനാവാതെ അടിയറവ് പറഞ്ഞു. ഇപ്പോഴും സഖാവായി തുടരുന്നവരുടെ ഓരോ നിമിഷവും സഹന സമരമാണ്. CPM-ന്റെ റാലികളോ പൊതുപരിപാടികളോ നടക്കുമ്പോൾ മാത്രമാണത്രേ ചുവന്ന കൊടി വയ്ക്കാനാവുക. അല്ലാതെ പാതയോരത്തും മറ്റിടങ്ങളിലുമൊന്നും പതാക സ്ഥിരമായി വയ്ക്കാൻ സമ്മതിക്കില്ല. മുൻപ് ചുവന്ന നിറത്തിലുണ്ടായിരുന്ന പാർട്ടി ഓഫീസുകളും അനുബന്ധ കെട്ടിടങ്ങളുമൊക്കെ കാവി നിറത്തിലേക്ക് മാറി. ചുവന്ന സ്തൂപങ്ങളൊക്കെ നഗരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. മുൻപ് CITU-വിൻ്റെ ഓഫീസായിരുന്ന ഒരു കെട്ടിടം സഖാവ് പ്രീതം ചൂണ്ടിക്കാണിച്ചു തന്നു. ബോർഡ് BMS-ൻ്റേതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അടിമുടി കാവി നിറം. സഖാവായി ഇന്നാട്ടിൽ തുടരുന്നവരുടെ ജീവിതം ഓരോ നിമിഷവും സമരമാണെന്ന് പ്രീതം സഖാവ് ബോധ്യപ്പെടുത്തി തന്നു. സഖാവിനൊപ്പം ഞാൻ അഗർത്തലയ്ക്ക് ഔട്ടറിലുള്ള ഗ്രാമത്തിലേക്ക് പോയി. പാടങ്ങളിൽ ഗ്രാമവാസികൾ നെല്ലും പച്ചക്കറികളും കൃഷി ചെയ്യുന്നു. ദീർഘകാല വിളകളെക്കാൾ ഹ്രസ്വകാല വിളകൾ പരീക്ഷിച്ച് പണമുണ്ടാക്കുന്ന കർഷകർ. ജലദൗർലഭ്യം നന്നായി അലട്ടുന്നതിനാൽ മറ്റു വിളകൾ പരീക്ഷിക്കാനാവുന്നില്ല. আমরা তো সাধারণত কফি, ফুলকপি, বাঁধাকপি, ডাঁটা, মটর, গাজর, আলু এগুলো চাষ করি। এগুলো বাজারে নিয়ে নিজেই বিক্রি করি। নিজে বিক্রি করে ভালো পয়সা উপার্জন করি। চলে, ভালো চলে, আমাদের এখানে ভালোই চলে। আমাদের শহরে একদম কাছে, তার জন্য আমরা খুব ভালোই বেনিফিট পাই। നന്നായി കൃഷിയൊക്കെ ചെയ്ത് പോകുന്ന ആൾക്കാർ, അവരുടെ ഉപജീവനമാർഗ്ഗം കൃഷിയാണ്. അവർ നന്നായി കൃഷി ചെയ്യുന്നു. പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്, ഇപ്പം നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ റൈസ്, നെല്ലും കൃഷി ചെയ്യുന്നുണ്ട്. ഈ ചീര, കോളിഫ്ലവർ,
അതിൻ്റെ ഇലയൊക്കെയാണ് ഇവിടെ ധാരാളം ചിലവാകുന്നത്. ചീരയും ഇതൊക്കെ, അതേപോലെ തന്നെ ഇതാ ഈ ചെടി, ഇതിൻ്റെ ഈ പച്ചക്കറിയൊക്കെ ഒരുപാട് ഇവിടെ ചിലവാകുന്നതാണ്. അതവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറയാണ് ഇത് വീട്ടിലേക്ക് കൊണ്ടുപോയി കറി വെച്ച് കഴിച്ചോളുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വീട് കുറേ ദൂരെയാണ്. അപ്പോഴാണ് മൂപ്പര് ചോദിക്കുന്നത് എവിടെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾക്കത് കൊടുക്കാൻ, അയാൾ ഇവിടുത്തെ പ്രദേശവാസിയാണല്ലോ, അപ്പോൾ മൂപ്പർക്കത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അദ്ദേഹം എനിക്ക് തരാൻ വെച്ചത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വെക്കുന്നതാണ് പറയുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ത്രിപുര നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സംസ്ഥാനവും അതിൻ്റെ സിറ്റി മാത്രമല്ല, എപ്പോഴും നമ്മൾ അതിൻ്റെ ഔട്ടറിലേക്കൊക്കെ പോയി നോക്കണം. അപ്പോഴാണ് സാധാരണ മനുഷ്യരെ കാണാൻ പറ്റുക. പച്ചക്കറി കൃഷിപ്പാടങ്ങൾ കണ്ട് നേരെ പോയത് തേയിലത്തോട്ടത്തിലേക്കാണ്. ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ തേയിലത്തോട്ടങ്ങൾ സദാ നനച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് അത്ഭുതമായി. 1906 മുതൽ തേയില കൃഷിയുള്ള നാടാണ് ത്രിപുര. നിരവധി തേയില എസ്റ്റേറ്റുകൾ ത്രിപുരയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ടീ എസ്റ്റേറ്റ് എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആസാമിലേക്കൊക്കെ ടീ കയറ്റുമതി ചെയ്യുന്നുണ്ട്, തേയില കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും കാണാത്തതുപോലെ ഇവിടെ എപ്പോഴും ഇതിന് വെള്ളം നനയ്ക്കണം. എല്ലായിടത്തും തണുപ്പുള്ള പ്രദേശങ്ങളിൽ തേയില കൃഷി നടക്കുമ്പോൾ താരതമ്യേന ചൂടുള്ള ത്രിപുരയിൽ എങ്ങനെ തേയില കൃഷി നടന്നു എന്ന ചോദ്യം മനസ്സിൽ വന്നു. അപ്പോഴാണ് ത്രിപുരയിലെ മണ്ണിന്റെയും കാലാവസ്ഥയുടെയും പ്രത്യേകത കൊണ്ട് മികച്ച തേയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാര്യം പ്രീതം സഖാവ് പറഞ്ഞു തന്നത്. നമ്മൾ രുചിച്ചിട്ടുള്ള ഒട്ടുമിക്ക തേയില ബ്രാൻഡുകളും ത്രിപുര ബ്ലൻഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ടാറ്റ ടീ, ടെറ്റ്ലി, വാഗ് ബക്രി ടീ, ബ്രൂക്ക് ബോണ്ട് റെഡ് ലേബിൾ, താജ് മഹൽ എന്നീ ബ്രാൻഡുകളെല്ലാം ത്രിപുരയിൽ വിളയുന്ന CTC ബ്ലാക്ക് ടീ വാങ്ങുന്നവരാണ്. ത്രിപുരയിലെ തേയില ഗുവാഹത്തിയിലെയും കൊൽക്കത്തയിലെയും മാർക്കറ്റുകളിൽ ലേലത്തിൽ പോകുന്നു. അവിടെ വെച്ചാണ് വൻകിട ബ്രാൻഡുകൾ ഇവ വാങ്ങുന്നത്. ത്രിപുരയ്ക്ക് സ്വന്തമായൊരു ബ്രാൻഡ് ഇല്ലാത്തതിനാൽ ഈ രുചിപ്പെരുമയുടെ ഉറവിടം നമ്മൾ അറിയാതെ പോയി. 50ഓളം തേയില എസ്റ്റേറ്റുകൾ ത്രിപുരയിൽ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്നു. അവയിൽ മിക്കതും നഷ്ടം വന്ന് അടച്ചുപൂട്ടി. പ്രീതം സഖാവ് എന്നെ അഗർത്തല മാർക്കറ്റിൽ കൊണ്ടുപോയി. നഗരത്തിന് പുറത്ത് വിളയുന്ന പച്ചക്കറികളൊക്കെ ഈ മാർക്കറ്റിലാണ് എത്തുന്നത്. നല്ല ഫ്രഷ് പച്ചക്കറികളും ഇറച്ചിയും മീനും ഒക്കെ ഇവിടെ കിട്ടും. മത്തന്റെ ഇലയും വള്ളിയുമൊക്കെ കഴിക്കുന്നവരാണ് ഇവിടത്തുകാർ. മത്തന്റെ പൂക്കൾ കൊണ്ടുണ്ടാക്കുന്ന പക്കോവട ഇവിടത്തെ 4 മണി പലഹാരമാണ്. കേരളത്തിലുള്ളവരെ പോലെ ചക്കപ്രാന്തന്മാരാണ് ത്രിപുരക്കാർ. ചക്ക വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു. പച്ചച്ചക്ക സംസ്കരിച്ച് കയറ്റുമതിയുമുണ്ട്. ഊണിന് ഒരു ചക്ക വിഭവം ഇവർക്ക് നിർബന്ധമാണ്. 3 ഭാഗവും ബംഗ്ലാദേശാൽ ചുറ്റപ്പെട്ട സംസ്ഥാനം കൂടിയാണ് ത്രിപുര. രാജ്യാതിർത്തികളിൽ നടക്കാറുള്ള സെറിമോണിയൽ റിട്രീറ്റ് കാണാൻ പറ്റിയ ഇടമാണ് അഗർത്തല അഖോറ ചെക്ക് പോസ്റ്റ്. 850ഓളം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുകയാണ് ത്രിപുരയിൽ നിന്നുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി. വാഗ അതിർത്തിയിലെ പോലെ പ്രൗഢഗംഭീരമല്ലെങ്കിലും ഇന്ത്യക്കാരും ബംഗ്ലാദേശുകാരും മുഖാമുഖം നിന്ന് ഇവിടെ സെറിമോണിയൽ റിട്രീറ്റ് ആസ്വദിക്കുന്നു.
ഇവിടെ ഇപ്പോൾ സെറിമോണിയൽ പരേഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. നിങ്ങൾക്ക് കൃത്യമായി വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയായിരുന്നു ഞാനിവിടെ നിന്നത്. ഇതാണ് ബോർഡർ. ഇപ്പോഴും ബംഗ്ലാദേശിലുള്ളവരൊക്കെ അങ്ങോട്ട് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ഇന്ത്യക്കാരൊക്കെ ഇങ്ങോട്ടും പിരിഞ്ഞു പോയി. അങ്ങനെ മൊത്തം ഇവിടെ കാലിയായപ്പോൾ ഞാൻ തിരിച്ചു വന്ന് വീഡിയോ എടുക്കുകയാണ്. സെറിമോണിയൽ പരേഡ് നിങ്ങൾ ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു. ബംഗ്ലാദേശിലേക്കും തിരിച്ചും ത്രിപുരക്കാർ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റാണ് അഗർത്തല അഖോറ. ഇന്ത്യയിൽ നിന്ന് സിമൻറ്റും ഇരുമ്പും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും ഇതുവഴി ബംഗ്ലാദേശിലേക്ക് എത്തുന്നു. ബംഗ്ലാദേശിൽ നിന്ന് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സും പ്രോസസ്ഡ് ഫുഡും മത്സ്യ ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ടും വരുന്നു. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖം ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അനുമതി ലഭിച്ചത് ത്രിപുരക്കാരുടെ ലോജിസ്റ്റിക് ഗെയിം ചേഞ്ചറാണ്. ഞാൻ ത്രിപുരയിൽ നിന്ന് മടങ്ങുകയാണ്. ഭരണമാറ്റം കൊണ്ട് ത്രിപുര എന്ത് നേട്ടമുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ നല്ല റോഡുകൾ ഉണ്ടായി തുടങ്ങിയെന്ന് പൊതുസംസാരം. മറ്റെല്ലാ മേഖലകളിലും നിന്നിടത്തു തന്നെയാണ് ത്രിപുര. പതിയെ കാര്യങ്ങൾ മെച്ചപ്പെടുമായിരിക്കും. തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് സംസ്ഥാനത്ത്. നഗരത്തിലെ ഓട്ടോറിക്ഷക്കാരുടെ ബാഹുല്യം കണ്ടാൽ അത് മനസ്സിലാകും. ഓട്ടോറിക്ഷ ഓടിച്ചാണ് മിക്കവരും ദിവസ വരുമാനം കണ്ടെത്തുന്നത്. ഉദ്യോഗാർത്ഥികളിൽ മിക്കവരും ഡൽഹിയിലേക്കും ബംഗളൂരുവിലേക്കും കേരളത്തിലേക്കും തൊഴിൽ തേടി പോകും. എന്തൊക്കെ പറഞ്ഞാലും ഒരു സർക്കാർ പൂർണ്ണമാകുന്നത് പ്രതിപക്ഷത്തെ കൂടി ചേർത്ത് നിർത്തുമ്പോഴും അവർ തിരുത്തൽ ശക്തിയായി നിലകൊള്ളുമ്പോഴുമാണ്. അങ്ങനെയൊന്ന് ത്രിപുരയിലുണ്ടായാൽ ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ആക്കം കൂടും. മറ്റൊരു വീഡിയോയുമായി വരാം. നന്ദി, നമസ്കാരം.